ഇപ്പോൾ ഒരു വാർത്ത വരുന്നത് എൻ വിജയൻ ആത്മഹത്യ ചെയ്ത വയനാട് DCC ട്രഷറർ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് KPCC അധ്യക്ഷൻ എത്തുകയാണ്. അദ്ദേഹം ഇന്ന് സന്ദർശനം നടത്തുമെന്ന് നേരത്തെ വാർത്തയുണ്ടായിരുന്നു. അദ്ദേഹം കുടുംബാംഗങ്ങളെ സന്ദർശിക്കാൻ എത്തുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നേരത്തെ KPCC ഉപസമിതിയുടെ നേതൃത്വത്തിൽ വസതിയിലേക്ക് എത്തുകയും കുടുംബാംഗങ്ങളുമായി സംസാരിക്കുകയും അവർ ഒരു അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. പാർട്ടി വിഷയത്തിൽ ഇടപെട്ടതിനെതിരെയൊക്കെ, ഇടപെട്ട ആ രീതിക്കെതിരെ, ഇടപെടാതെ ഇരുന്ന നിസ്സംഗമായി പ്രതികരിച്ചതിനൊക്കെ എതിരെയുള്ള ഒരു പ്രതികരണം. അതിനുശേഷമാണ് KPCC ഉപസമിതി അങ്ങോട്ടേക്ക് എത്തി തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ അവിടെ സന്ദർശനം നടത്തുകയും ഈ പ്രശ്നപരിഹാരം അവർ ഉണ്ടാക്കുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു. അതിനുശേഷം ഇപ്പോൾ KPCC അധ്യക്ഷൻ എത്തുകയാണ്. നേരത്തെ പ്രതിപക്ഷ നേതാവ് അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. KPCC അധ്യക്ഷൻ കൂടി അങ്ങോട്ടേക്ക് എത്തുമ്പോൾ പ്രധാനപ്പെട്ട ഒരു സന്ദർശനമാണ്. കാരണം അദ്ദേഹത്തിന്റെ കത്ത് K. സുധാകരന് നൽകിയിട്ടുണ്ട് എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. അദ്ദേഹത്തിനും ഒരു കത്ത് ഉണ്ട് എന്ന തരത്തിലേക്ക് K. സുധാകരന്റെ മൊഴിയെടുക്കാൻ പോലീസ് തയ്യാറായിരിക്കുകയാണ് ഈ വിഷയത്തിൽ. ആ സാഹചര്യത്തിലൊക്കെയാണ് എൻ വിജയന്റെ വസതിയിലേക്ക് K. സുധാകരൻ എത്തുന്നത്. അദ്ദേഹം കുടുംബാംഗങ്ങളുമായി സംസാരിക്കും, അവർക്ക് ഉറപ്പുകൾ നൽകും എന്നാണ് നമ്മൾ കരുതുന്നത്. തുടക്കത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാകും. ഒരു കത്ത് കിട്ടിയിട്ടുണ്ട്, അത് അവിടെ കിടക്കുന്നുണ്ട് എന്ന തരത്തിലേക്കൊക്കെയുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം, അതിൽ വലിയ പ്രതിഷേധം അന്ന് കുടുംബാംഗങ്ങൾ അറിയിച്ചതാണ്. പക്ഷെ പിന്നീട് പാർട്ടി ഇടപെട്ടുകൊണ്ട് തന്നെ തുടർ പ്രതികരണങ്ങൾ പാടില്ല എന്ന് പറയുകയും തങ്ങൾ ഇടപെടാമെന്ന് ഉറപ്പ് നൽകുകയും പിന്നീടാണ് ഉപസമിതിയുടെ നേതൃത്വത്തിൽ അങ്ങോട്ടേക്ക് എത്തി ഉറപ്പ് നൽകിയത്. അപ്പോൾ പിന്നീട് കുടുംബത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ പ്രതികരണം ഉണ്ടാകുന്നില്ല. അവർ പാർട്ടി ഇതെല്ലാം ഏറ്റെടുക്കും എന്ന ഉറപ്പിൽ വിശ്വസിച്ചിരിക്കുകയുമാണ്. ഇപ്പോൾ KPCC അധ്യക്ഷൻ അങ്ങോട്ടേക്ക് എത്തുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ കുടുംബാംഗങ്ങളുമായി അദ്ദേഹം സംസാരിക്കാൻ ഒരുങ്ങുകയാണ്.